ദൈവത്തിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുകയാണ്. മറ്റൊരു സന്ദേശവുമായി ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ അടുക്കൽ വരുവാൻ സർവശക്തനായ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്ക് എൻ്റെ യേശുവിനെ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുകയാണ്. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിനു വേണ്ടി ഒരുങ്ങുകയും ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന, എന്ന് വെച്ചാൽ ഓരോ വചനങ്ങൾ വായിക്കുമ്പോഴും, ഓരോ വചനങ്ങൾ കേൾക്കുമ്പോഴും, ഓരോ വചനങ്ങളിൽ ആത്മീയത്തിൽ വിശുദ്ധിയിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന, കുറവുകളെ ഏറ്റുപറയാനും മടങ്ങി വരേണ്ടടുത്ത് മടങ്ങി വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കായി, വിശുദ്ധമതികൾക്കായി ഞാൻ യേശുവിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ആത്മീയ സഭ പണിയപ്പെടുവാൻ, ഒരുമിച്ച് വിശുദ്ധിയിൽ പണിയപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവിക സന്ദേശങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധിയെ തികച്ച് കർത്താവിന്റെ കാഹള ശബ്ദത്തിനു വേണ്ടി കാതോർത്തിരിപ്പാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ദിവസം എൻ്റെ ഹൃദയത്തിന് ഓടി വന്ന ഒരു ഭാഗമാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. ഉടുപ്പ് മലിനമാകാത്ത കുറച്ചു പേർ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് വെളിപ്പാട് പുസ്തകം. വേദപുസ്തകത്തിന്റെ സമാപ്ത ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിന്റെ താളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരതി നോക്കിയാൽ ഒന്നുപോലും മാറ്റി വയ്ക്കുവാൻ ഇല്ലാതെ വണ്ണം ദൈവത്തിന്റെ പരിശുദ്ധ ആവിന്റെ പൂർണ്ണ സാന്നിധ്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലന് കൊടുത്ത ദൈവിക വെളിപ്പാടാണ് നാം ഈ വെളിപ്പാടിൽ കാണുവാനിടയാകുന്നത്. എന്നാൽ എന്നെ ഹൃദയത്തിൽ ചിന്തിപ്പിച്ച ഒരു ഭാഗം ഇതാണ്. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം: സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവ് 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്തു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകും. ഉണർന്നുകൊള്ളുക, സാവാറായി ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അതിന്റെ 4-ാം വാക്യം: എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. 2-ാം വാക്യത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നു, ജീവനുള്ളവനെന്ന് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും മരിച്ചവനാകുന്നു. എന്നാൽ 4-ാം വാക്യത്തിൽ പറയുന്നു, അവരുടെ ഇടയിൽ ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇനി ഈ സർദീസിന്റെ ഒരു ചരിത്രം പറയാൻ ആഗ്രഹിക്കുക. ഒന്ന് ആവശ്യമുള്ളവർ മാത്രം എടുക്കുക, ഇല്ലാത്തവർ അതും വിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ആവശ്യമുള്ളവർക്ക് വേണ്ടി മതി. സർദീസ് എന്ന വാക്കിന്റെ അർത്ഥം ചുമപ്പ് കല്ലെന്നാണ് വേദശാസ്ത്ര പണ്ഡിതാക്കന്മാർ അഭിപ്രായപ്പെടുന്നത്. ചുമപ്പ് കല്ല്. ഇതിന് ഒരു 3-4 ചരിത്ര പ്രാധാന്യമുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിന്റെ ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത്, ലിഡിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഈ സർദീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ രാജാക്കന്മാരിൽ ഒരാളായ ക്രോയേസസ് എന്ന് പറയുന്ന ഭരണാധികാരി ഇവിടെ ഭരിച്ചിരുന്നു. മൂന്നാമത്തെ പ്രത്യേകത, സ്വർണ്ണ മണൽ ലഭിക്കുന്ന പാട്ലോളസ് എന്ന് പറയുന്ന ഒരു നദി ഈ നഗരത്തിന് സമീപത്തൂടെ ഒഴുകിക്കൊണ്ടിരുന്നു എന്ന് ചരിത്രം പറയുന്നു. മൂന്നാമത്തെ പ്രത്യേകത, ലോകത്തിലെ ആദ്യത്തെ വെള്ളി നാണയം കൊണ്ടും സ്വർണ്ണ നാണയം കൊണ്ടും ഈ സ്വർണ്ണ നാണയങ്ങളും ഇവിടെ പണിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പണിഞ്ഞ ഒരു ചരിത്രം ഈ സ്ഥലത്തിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് നിത്യതയിൽ പോകാൻ അതൊന്നും ആവശ്യമില്ല. എങ്കിലും ഈ സർദീസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം. എന്ന് വെച്ചാൽ ഈ സർദീസ് സമൃദ്ധിയുള്ള ഒരു പട്ടണമായിരുന്നു. എല്ലാവർക്കും അഭിമാനവും മാന്യതയും കൊടുത്ത സർദീസ് ആയിരുന്നു.
പക്ഷെ ഇതുപോലെയാണ് ആത്മീയ പശ്ചാത്തലത്തിൽ നോക്കുമ്പോഴും സർദീസ് സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ഒത്തിരി ബിലിവേഴ്സ് കാണുമായിരിക്കാം, ഒത്തിരി ആത്മീയമായി പുറമേ നോക്കുമ്പോൾ എല്ലാം ഉള്ള ഒരു ദൈവ സഭയായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ കണ്ണുകളുടെ മുമ്പിൽ ഒരുപക്ഷെ അനേക പ്രവാചകന്മാർ സർദീസിൽ വന്ന് ഒത്തിരി പ്രവചനങ്ങൾ നന്നായിട്ട് പറഞ്ഞു കാണുമായിരിക്കാം. ഒത്തിരി ഉണർവ് മീറ്റിങ്ങുകള് 21 ഒത്തിരി പ്രാവശ്യങ്ങൾ എടുത്ത സഭയായിരിക്കാം, കൃപാവരങ്ങളുള്ള സഭയായിരിക്കാം. ഒത്തിരി ആത്മീയമായിട്ടും ഞാൻ നേരത്തെ ചരിത്രം പറഞ്ഞതുപോലെ ഒരു പ്രത്യേകമായ ഒരു സഭയായിരിക്കാം. പ്രത്യേകിച്ച് ഈ സർദീസ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മലയുടെ മുകളിലാണ്. അതുകൊണ്ട് ശത്രു രാജ്യങ്ങൾക്ക് ഇതിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. ശത്രു രാജ്യങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ശത്രുക്കൾ അടിവാരത്തുകൂടെ വരുമ്പോൾ തന്നെ ഇവർക്ക് കാണാനും ഇവിടെ ആയുധങ്ങൾ കൊണ്ട് ഇവരോട് പോരാടി ജയിക്കാനും ഇവർക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ 2 പ്രാവശ്യം ഈ സ്ഥലത്തെ ശത്രുക്കൾ ആക്രമിച്ചു. അതിന് കാരണം ഇവർക്ക് ആയുധമില്ലാഞ്ഞിട്ടല്ല. വന്ന രാജ്യത്തിന് വലിയ ആയുധവും ഇവർക്ക് ആയുധം ഇല്ലാഞ്ഞിട്ടല്ല കീഴ്പ്പെടുത്തിയത്. ഇവർ ഉറങ്ങുന്നവരായി തീർന്നപ്പോൾ, ഉറങ്ങിയിരുന്നപ്പോഴാണ്, അല്ലെ രാജ്യത്തിലെ പടയാളികൾ ഉറങ്ങിയപ്പോഴാണ് ശത്രുക്കൾ എന്ത് ചെയ്തു? ഇവരെ ആക്രമിച്ചത്. ഇതിൽ നിന്ന് ഒരു ആത്മീയ ദൂത് ഞാൻ പറയാം. നമുക്കെല്ലാം ഉണ്ട്, ശരിയാ. സഭകൾക്ക് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ഉണർന്നുകൊള്ളുക. ആ വാക്കവിടെ 3:2 പറഞ്ഞു ഉണർന്നുകൊള്ളുക. അവിടെ വായിക്കുന്ന ഇങ്ങനെ ഉണർന്നുകൊള്ളുക. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് പുറമെ ഇന്നെല്ലാം ഉണ്ട്. സഭയ്ക്ക്, പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഉണ്ട്. എവിടെ ചെന്നാലും ആരാധന, എല്ലാം എവിടെ ചെന്നാലും ഉപവാസങ്ങളുണ്ട്. 21 ഉണ്ട്, 7 ഉണ്ട്, തിരുവത്താഴമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ ഇന്നും സഭകൾ, ആത്മലോകം ഉറങ്ങുകയാണ്. ഈ ആത്മലോകം ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ശത്രു പാളയത്തെ നശിപ്പിക്കാൻ കയറാൻ പോകുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ സോൾജിയേഴ്സ്, പട്ടാളക്കാർ ഉറങ്ങിയാൽ, കാവൽക്കാർ ഉറങ്ങിയാൽ എന്ത് ചെയ്യും? ആക്രമിക്കപ്പെടും. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, എന്നെയും നിങ്ങളെയും ഓരോ സഭകളിലെ ഓരോ കാവൽക്കാരാക്കി ദൈവദാസന്മാരെ ദൈവം നിയോഗിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ സഭ ആത്മീയമായി നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടിൽ, ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ, ജാതികളുടെ ഇടയിൽ ശ്രേഷ്ഠമായിരിക്കാം. സമൃദ്ധിയുണ്ട്, ക്രൂസേഡുകളുണ്ട്, ഭയങ്കര ഉണർവ് മീറ്റിങ്ങുകളുണ്ട്, വലിയ വലിയ പ്രവാചകന്മാർ വരുന്നുണ്ട്, വിദേശത്തുനിന്നും സ്വദേശത്തുമുള്ള ദൈവദാസന്മാർ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ കണ്ണുകളിൽ ഞാനും നിങ്ങളും ആത്മീയമായി ഉറങ്ങുന്നവരാണോ ഇല്ലേ എന്ന് നമ്മൾ ശോധന ചെയ്യാൻ പോവുകയാണ്. ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ഇവർ ഉറങ്ങിയപ്പോഴാണ് ശത്രുവകത്ത് കയറിയത്. ആ വാക്കെടുത്ത് വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് സർദീസിനകത്തുള്ള സഭയോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ മുമ്പിൽ ഉറങ്ങിയിരിക്കുകയാണ്. ഇന്ന് പല സഭകളും പല ദൈവദാസന്മാർ ഉറക്കത്തിലാണ്. ആത്മീയ ഉറക്കത്തിൽ, ഞാൻ പുറമെയുള്ള ഉറക്കമല്ല ഞാൻ പറയുന്നത്, ആത്മീയ ഉറക്കത്തിലാണ്. ഇന്നെൻ്റെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കേൾക്കുന്ന ദൈവദാസനെ, കുഞ്ഞെ, പ്രിയ മാതാവേ, ഒന്ന് വിചിന്തനം ചെയ്യണം. കാരണം ഉറക്കത്തിലാണെങ്കിൽ അവൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്കാണ് നമ്മുടെ മേൽ വരുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഈ സന്ദേശം ചിലരുടെ ആത്മീയ ഉറക്കത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തുവാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം എന്ന് പരിശുദ്ധാത്മാവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. എന്തുകൊണ്ടാണ് ഇവർ ദൈവം ഇങ്ങനെ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ചാവാറായ ശേഷം ഇവനെ ശക്തീകരിക്കാൻ എന്താണ് പറഞ്ഞത്? നീ ഉറക്കത്തിലാണെന്ന് പറയാൻ കാരണം എന്താണ്? ഒന്ന്, ഇവരുടെ ജീവിതത്തിനകത്ത് ഉറക്കം സംഭവിച്ചു കഴിഞ്ഞാൽ, പിശാച് ഉറക്കിക്കഴിഞ്ഞാൽ പിശാചിന് കയറാൻ എളുപ്പമാണ്. ഒന്ന് ആലോചിച്ചോക്കും. നമ്മൾ ഗാഢനിദ്രയിൽ കിടക്കുന്നു കഴിഞ്ഞാൽ, നമ്മൾ നല്ല ഉറക്കത്തിൽ കിടന്നു കഴിഞ്ഞാൽ, കള്ളൻ വീട്ടിനകത്ത് കയറി നമ്മുടെ നല്ല നന്മകളെല്ലാം അടിച്ചോണ്ട് പോകും തന്നല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആത്മീയ ഉറക്കത്തിലാണെങ്കിൽ
നമുക്ക് ജീവനുണ്ട്, നമ്മൾ കൂർക്കം വലിച്ച് ഉറങ്ങിയ. പക്ഷെ അവനകത്ത് കയറുന്നത് എന്താ? യോഹന്നാന്റെ സുവിശേഷം കള്ളൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനുമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നന്മ എന്താണ് നന്മ എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, യേശു ഒരു ഉപമ പറഞ്ഞു, ശമരിയക്കാരന്റെ ഉപമ. ആ ഉപമയിൽ യേശു പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്നും യെരിഹോമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവൻ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അപ്പോൾ കള്ളൻ സാധാരണ എന്താ ചെയ്യുന്നത്? അവന്റെ ഏറ്റവും വില കൂടിയ ഒരു സാധനം, ലാപ്ടോപ്പോ അല്ലെങ്കിൽ കുറച്ച് പണമോ അല്ലെങ്കിൽ സ്വർണമോ ഉണ്ടെങ്കിൽ അതെന്നെ കൊണ്ടുപോകും. പക്ഷെ അവിടെ പറയുന്ന അങ്ങനെയല്ല, അവന്റെ വസ്ത്രം അടിച്ചു. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ എടുത്തു നോക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ സഹോദരന്മാർ യോസേഫിന്റെ വസ്ത്രം അഴിച്ചെടുത്തു. നിങ്ങൾ ധൂർത്തപുത്രന്റെ അടുക്കൽ പോകണം. വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പൻ അവൻ എന്ത് ചെയ്തു? പുതിയ അങ്കി കൊടുത്തു. അപ്പോൾ ഈ വസ്ത്രം നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഉറക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സഭ ഇന്ന് ഉടുപ്പെല്ലാം പോയിരിക്കുക, ഉടുപ്പില്ലാതെ ആരാധിക്കുക, ഉടുപ്പില്ലാതെ പ്രസംഗിക്കുക. ഉടുപ്പില്ല എന്ന് വെച്ചാൽ, ഉടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇട്ടിരിക്കുന്ന പുറമേയുള്ള വസ്ത്രമല്ല, രക്ഷയുടെ വസ്ത്രം എന്ന് പറയാം. നാം രക്ഷിക്കപ്പെട്ട് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വസ്ത്രമുണ്ട്. ആ വസ്ത്രത്തിന്റെ പേരാണ് വിശുദ്ധിയുടെ വസ്ത്രം, നീതിയുടെ വസ്ത്രം, രക്ഷാവസ്ത്രം എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ വിശുദ്ധിയുടെ വസ്ത്രം. സർദീസ് സഭയ്ക്കകത്ത് എല്ലാവരും ഉറക്കമാണെങ്കിലും കുറച്ചു പേർ, ഉടുപ്പ് മലിനമാക്കാത്ത കുറച്ചു പേർ സർദീസിൽ നിനക്കുണ്ട്. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ആന്റി, അങ്കിളെ, സഭ എങ്ങനെയോ പോട്ടെ, നമ്മുടെ കൂടെ ആരാധിക്കുന്നവർ എങ്ങനെ പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. എല്ലാവർക്കും പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അവർ പോകുന്നത് പോലെയല്ല നമ്മൾ പോകേണ്ടത്. ആ പ്രസ്ഥാനം ജീവിക്കുന്ന പോലെയല്ല നമ്മൾ ആത്മീയ ജീവിതത്തിൽ പോകേണ്ടത്. നമ്മൾ ആത്മീയത്തിൽ ഉറങ്ങിപ്പോയാൽ നമ്മുടെ വിശുദ്ധിയുടെ വസ്ത്രത്തിന് കറ വരും. വിശുദ്ധിയുടെ വസ്ത്രത്തിന് കറ വന്നു കഴിഞ്ഞാൽ സാത്താൻ എപ്പോഴും നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും, ഉറപ്പാണ്. അതിന് തെളിവ് യോശുവ പുരോഹിതന്റെ അടുക്കൽ. സാധാരണ പുരോഹിതന്റെ അടുക്കൽ പിശാച് ഫോളോ ചെയ്യുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. യോശുവ പുരോഹിതന്റെ വസ്ത്രത്തിൽ എവിടെയോ ഒരു അഴുക്കുണ്ട്, എവിടെയോ ഒരു അഴുക്ക്, പുള്ളിയും കണ്ടില്ല, ഫോളോ ചെയ്യുകയാണ്. ആരുടെ അടുക്കലേക്ക്? ദൈവത്തിന്റെ അടുക്കലേക്ക് യോശുവ പുരോഹിതൻ പോകുമ്പോൾ, മധ്യസ്ഥതയ്ക്ക് വേണ്ടി പോകുമ്പോൾ, ദൈവത്തോട് കാര്യം പറയാൻ പോകുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥനയിലേക്ക് അടുത്തു പോകുമ്പോൾ, ഈ ഈ പിശാച് അതിന്റെ പുറകെ ഫോളോ ചെയ്യുക. അനിയങ്ങളെ, ദൈവദാസനെ, കുഞ്ഞെ, നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് ചില വിഷയങ്ങൾ ഫോളോ ചെയ്യാൻ കാരണം നിങ്ങളുടെ രക്ഷയുടെ വസ്ത്രത്തിൽ വന്ന ഏതോ ഒരു കറയാണ്. നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഉറങ്ങിയപ്പോൾ പിശാച് ഈ കറ വരുത്തിയതാണ്. അതുകൊണ്ടാണ് യേശു ഒരു ഉപമ പറഞ്ഞത്. ഒരു മനുഷ്യൻ വിതയ്ക്കുമ്പോൾ നല്ല വിത്തുകളാണ് വിതച്ചത്. പക്ഷേ യജമാനോട് വന്നവർ, നമ്മൾ നല്ല വിത്താണ് വിതച്ചത്, പക്ഷേ ഇന്ന് കളയും കൂടെ കിടക്കുക. അപ്പോൾ യജമാനൻ പറഞ്ഞു, നിങ്ങൾ ഉറങ്ങിയപ്പോൾ ശത്രു വിതച്ചതാ, കള്ളൻ വിതച്ചതാ. അനി ദൈവദാസനെ, കുഞ്ഞെ, ജീവിതത്തിൽ വസ്ത്രമുണ്ട്, പക്ഷെ വസ്ത്രത്തിനകത്ത് ഇന്ന് കറയുണ്ട്. ആ കറ കാണാൻ കഴിയുന്നില്ല. ഉറക്കത്തിലാണ്, ആത്മീയ ഉറക്കത്തിലാണ്. ആത്മീയമായി നമ്മൾ ഉറക്കിക്ക് പിശാചിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ വസ്ത്രത്തിൽ ഈ കറ വരാനുള്ള കാര്യം? ഇതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങൾ മറക്കരുത്, വിശുദ്ധിയുടെ വസ്ത്രത്തെയാണ് ഞാനിവിടെ നിങ്ങളോട് നീതിയുടെ വസ്ത്രം, രക്ഷയുടെ വസ്ത്രം ഒക്കെ പറയുന്നത്, നമ്മുടെ തേജസ്സിന്റെ വസ്ത്രം, ഇതൊക്കെ പറയുന്നത് വിശുദ്ധിയെ കുറിച്ചാണ്. ഈ വിശുദ്ധിയുടെ വസ്ത്രത്തിൽ കറ വരാനുള്ള കാര്യം എന്ത്? ഇത് നമ്മൾ ഇന്ന് രാവിലെ ചിന്തിക്കാൻ പോവുകയാണ്. നമ്മൾ കയ്യടിയുണ്ട്, ആരാധനയുണ്ട്, അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വസ്ത്രം നോക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? എന്തുകൊണ്ട് ഈ വസ്ത്രത്തിൽ കറ വന്നു? എന്തുകൊണ്ടാണ് സർദീസിൽ കുറച്ച് നിനക്ക് പേരുണ്ട്? അവരെന്താണ്? അവർ ഉടുപ്പ് സൂക്ഷിക്കുന്നവരായി, വിശുദ്ധി സൂക്ഷിക്കുന്നവരായി, മറ്റുള്ളവരെ പോലെ ഉറങ്ങാം, മറ്റുള്ളവരെ പോലെ ജീവിക്കാം, മറ്റുള്ളവരെ കൈയടിക്കും, എന്ത് വിഷയമേ, ദൈവത്തിന്റെ സ്നേഹം എത്ര മനോഹരമേ എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം പാവം ചെയ്യാൻ പോവും.
എന്ത് വേണമെങ്കിലും കാണിക്കാം, എന്ത് വേണമെങ്കിലും മോഡല് അവർക്ക് ഉപയോഗിക്കാം. പക്ഷേ കുറച്ചു പേർ സർവീസിൽ ഇതെല്ലാം വിട്ട് വിശുദ്ധിയുടെ ഉടുപ്പിന് വില കൊടുക്കുന്നവരുണ്ട്. വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കുന്നവരോട് ഞാൻ പറയുന്നു, ഇനിയും അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കണം. ആത്മീയ ലോകം നമ്മൾ കാണുന്നതിന് അപ്പുറമായി പോകും. നമ്മൾ കണ്ടിട്ടില്ലാത്ത പലതും ഇനിയും ആത്മലോകത്ത് കാണും. ലോകത്തിന്റെ പല മ്ലേച്ഛതകളും ആത്മീയ ലോകത്ത് കയറും. നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഉപദേശിമാര് പോലും ആ ലോകത്തിന്റെ മയത്വത്തിലേക്ക് പോയി നിന്നുകൊണ്ട് പ്രസംഗിക്കും, പ്രവചിക്കും, അന്യഭാഷ പറയും. അതിൽ നിങ്ങൾ അതിശയപ്പെടേണ്ട. പക്ഷെ നിങ്ങൾക്ക് തന്ന വിശുദ്ധിയുടെ വസ്ത്രത്തെ കറവരാതെ വിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ട കടമ നിങ്ങളുടേതാണ്. അവരെ ചേർക്കാനാണ് യേശു വരുന്നത്. ആമേൻ. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുകയാണ്. നോക്കുക, പലരുടെയും ആത്മീയ ജീവിതത്തിൽ മലിനമാകുവാനുള്ള കാര്യം എന്ത്? അല്ലെങ്കിൽ ഈ വിശുദ്ധിയുടെ വസ്ത്രത്തിൽ മലിനത വരാനുള്ള കാര്യം പലരും ശ്രദ്ധിക്കില്ല കേട്ടോ. അവർക്ക് അന്യഭാഷയുള്ളത് കൊണ്ട്, പ്രവചനമുണ്ടതുകൊണ്ട്, അഭിഷേകം ഉള്ളത് കൊണ്ട്, ധാരാളം ശുശ്രൂഷകൾ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? പലരും അതിനെക്കുറിച്ച് ചിന്തിക്കില്ല, അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമായി കാണുകയില്ല. പക്ഷേ നമ്മൾ അങ്ങനെ ആകരുത്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന, നിത്യതയ്ക്ക് വേണ്ടി ഓരോ ദിവസവും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആന്റി, ദൈവദാസനെ, കുഞ്ഞെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ജീവിത വിശുദ്ധിയില്ലാതെ വസ്ത്രത്തിൽ കറ വന്ന ഒരു വ്യക്തി മുകളിലോട്ട് പോകത്തില്ല. ഇന്ന് നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിലെ ജീവിത വസ്ത്രം അല്ലെങ്കിൽ വിശുദ്ധിയുടെ വസ്ത്രത്തിൽ കറ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ ഒരു നിമിഷം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, നിങ്ങളുടെ ആത്മീയമായ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുവാൻ ഇത് കാരണമാകട്ടെ. നമുക്ക് കിടക്കാം. ഒന്ന്, പാപത്തിൽ ജീവിക്കുന്നു. പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് എപ്പോഴും എന്ത് ചെയ്യും? ഈ വസ്ത്രത്തിൽ കറ വന്നുകൊണ്ടേയിരിക്കും. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെ ഞാൻ വായിക്കുന്നു. ദുർനടപ്പ്, യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. അവിടെ വിശുദ്ധിയുടെ വസ്ത്രത്തിൽ കറ വരുന്നതിന് കാര്യം എന്താണ്? ദുർനടപ്പ് വന്നാൽ കറ വരും. അശുദ്ധി, അത്യാഗ്രഹം നിങ്ങളുടെ ഇടയിൽ പേർ പോലും പറയരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. അടുത്ത, ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നുമരുത്. സ്തോത്രം അത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശം ഇല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വീഴുന്നത്. ക്രൈസ്തവ ആര് ദൈവരാജ്യത്തിൽ പോകും? ഒരു വിശുദ്ധൻ മാത്രമേ പോകും. ആമേൻ. ഇവിടെ ആയിരങ്ങളെ നേടുന്നവനല്ല, അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന് സ്ഥാനപ്പെടുത്തുന്നവനല്ല പോകുന്നത്. ദൈവം എന്ന രക്ഷാവസ്ത്രത്തിൽ കറ വന്നാൽ, കറ വന്നു കർത്താവേ എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് നിരന്തരം കർത്താവുമായി ജീവിക്കുന്നവന് മാത്രമേ നിത്യതയിൽ പോകാൻ പറ്റൂ. അപ്പോഴൊന്ന് ചിന്തിക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പറഞ്ഞ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 5-ന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ എന്തെല്ലാം കുറവുകളാണ് വന്നിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഒന്ന് പഠിക്കുന്നവർക്ക് മാത്രം മതി, അല്ലാത്തവർ നിങ്ങൾ പൊയ്ക്കോളി, കുഴപ്പമില്ല. പക്ഷെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നവർ നിങ്ങൾ ഇത് കാര്യം വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. എന്ന് വെച്ചാൽ ഇതൊന്നും കുഴപ്പമില്ല, ഈ ലോകത്തൊക്കെ ജീവിക്കുമ്പോൾ ഇതൊക്കെ തന്നെ അല്പം കളി പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യും? അപ്പോൾ പൊട്ടച്ചൽ പറഞ്ഞു, നമുക്കെന്ന് അതൊക്കെ സംഭവിക്കും തന്നെ. ഈ ലോകത്തിൽ ജീവിക്കുന്നത് അല്പം കറ വന്നു പോയെന്ന് വരാം, അതൊക്കെ സംഭവിക്കുക, അതൊക്കെ കർത്താവ് ക്ഷമിക്കുക. ഇതൊക്കെ വ്യർത്ഥവാക്കുകളാണ്. ആരും നിങ്ങളെ ചതിക്കരുത്. ഒരു വിശുദ്ധനായി ജീവിക്കാൻ ഓരോ സെക്കൻഡും നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളിലേക്ക് തന്നെ നോക്കണം. ദൈവം എന്ന രക്ഷാവസ്ത്രത്തിൽ, വിശുദ്ധിയുടെ വസ്ത്രത്തിൽ ഒരു കറ വന്നാൽ ആ സെക്കൻഡ് കരഞ്ഞോളാം. ഹല്ലേലൂയ. അപ്പോൾ സർവീസിലുള്ള ആൾക്കാർ കുറച്ചുപേർ
ഉടുപ്പ് മലിനമാകാതെ ജീവിച്ച കുറച്ചു പേർ അവർ പാപം വിട്ട് പോയവരായിരുന്നു. അപ്പോൾ തന്നെ സഭ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപത്തിലാണ് സഭ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചത്വ ആത്മീയമായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭ ആത്മീയമായി ഉറക്കത്തിലാണ്. അവരുടെ ഇടയിൽ ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. ആമേൻ. അതിന്റെ അർത്ഥം ആത്മീയ ലോകത്തിൽ പാടും, പ്രാർത്ഥിക്കും, അന്യഭാഷ പറയും, പ്രസംഗിക്കും, പ്രവചിക്കും, ഒക്കെ ചെയ്യും. പാവവും ചെയ്യും, ഇതും ചെയ്യും, പാവവും ചെയ്യും, ഇത് ചെയ്യും. ഇത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അവരങ്ങനെ ചെയ്യുന്നല്ലോ, പിന്നെ നമുക്കെന്ത് ചെയ്യാന്നല്ല, എനിക്ക് തന്ന വിശുദ്ധിയുടെ വസ്ത്രത്തിൽ ഒരു കറ വരുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ആമേൻ. അങ്ങനെ ഉള്ളവരെ ചേർക്കാൻ കർത്താവ് വരാൻ പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കും നമ്മൾ മാത്രമാണോ അങ്ങനെ ചെയ്യുന്നത്? ഇല്ല. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ, ഏലിയാവ് വസിച്ചിരുന്ന കാലഘട്ടത്തിൽ ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് ഉയർന്നിരുന്ന ഒരു ശബ്ദമുണ്ടായിരുന്നു, യഹോവയുടെ ശബ്ദം. ആഹാബ് ചെന്ന് ഇസബേലിനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ യഹോവയുടെ ശബ്ദം മാറിയ പ്രവാചകന്മാർ പുറത്തും, ബാലിന്റെ അഷ്ടേര പ്രവാചകന്മാർ അകത്തു വന്നു. ജനമെല്ലാം ബാലിനെ ആരാധിക്കാൻ തുടങ്ങി, അഷ്ടേര പ്രതിഷ്ഠകളെ ആരാധിക്കാൻ തുടങ്ങി. എന്നാൽ ആ രാജ്യത്തിൽ 7000 പേരെ തനിക്ക് വേണ്ടി ഒരു ശേഷിപ്പായി മാറ്റിവെച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നലകൾ നക്ഷത്രത്തെ പോലെ മിന്നിയവർ, തിളങ്ങിയവർ വീണ് പോയാൽ ആന്റി നിങ്ങൾ വീണരുത്. വിശുദ്ധി നിൽക്കണം. ജീവിതത്തിൽ പലതും നഷ്ടപ്പെടും. പാപത്തിന് കൈ കൊടുക്കരുത്. പാപത്തെ വിട്ടുമാറുക. 2, ലോകത്തോട് ഒത്തുതീർപ്പ് ചെയ്യുക. ലോകത്തിന്റെ മൂല്യങ്ങളും ആഗ്രഹങ്ങളും ദൈവവചനത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ വസ്ത്രത്തിൽ കറ വരും. നിങ്ങൾ എന്നതിന്റെ അർത്ഥം ലോകത്തോട് ഒന്നിക്കാൻ തുടങ്ങി, ലോകവുമായിട്ട് ഒന്നിക്കാൻ തുടങ്ങി. എപ്പോൾ ദൈവസഭകൾ ലോകത്തിന്റെ സിസ്റ്റവുമായിട്ട് ഒന്നിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ സഭ ഉറക്കത്തിലായി തുടങ്ങി. സഭ മരിച്ചു തുടങ്ങിയത് എന്നൊന്ന് ചോദിച്ചാൽ, എന്ന് മുതൽ സഭകൾ, ദൈവദാസന്മാർ, സംഘടനകൾ, ആത്മീയർ ലോകവുമായിട്ട് കൈ കൊടുക്കാൻ തുടങ്ങിയോ അന്നു മുതൽ സഭകൾ മരിക്കാൻ തുടങ്ങി. പക്ഷേ സർദീസ് സഭ അങ്ങനെയായിരുന്നു. ഒന്ന്, സഭയ്ക്കകത്തുള്ളവർ പാപം ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇവിടെ കുറച്ചു പേർ ഇതൊക്കെ കണ്ടിട്ടും തന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു. അവരെ കർത്താവ് മറന്നില്ല, കാണാതിരുന്നില്ല. 2 പറയുന്നു, ലോകത്തോട് സർദീസ് സഭ ഇഴുകിച്ചേർന്നു. പക്ഷെ അതിനകത്ത് ആരുണ്ടായിരുന്നു? ഉടുപ്പ് മലിനമാക്കാത്ത കുറച്ചു പേരുണ്ടായിരുന്നു. സ്തോത്രം. നോക്കട്ടെ, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4:1 മുതൽ, നിങ്ങളുടെ ഇടയിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗ ഇച്ഛകൾ നല്ലോ നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു, ഒട്ടും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ട് യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല. യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നു, ഒന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരിണികളെ, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്നു. കണ്ടോ പ്രിയമുള്ളവരെ, ഇവിടെ പറയുന്ന വ്യഭിചാരികളെ എന്നതിന്റെ അർത്ഥം എന്താണ്? ആത്മമണവാളനുമായി ഒരു ബന്ധം സ്ഥാപിച്ചവൻ ലോകമാകുന്ന കാമുകനുമായി സ്നേഹബന്ധം പുലർത്തുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു അത് വ്യഭിചാരിണിയാണ്. നമ്മൾ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എഗ്രിമെന്റ് ഒക്കെ ചെയ്തു, എൻഗേജ്മെന്റ് ചെയ്തു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, എൻഗേജ്മെന്റ് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിലൊരു ചെറുപ്പക്കാരൻ ഇവളെ ഫോൺ വിളിക്കാൻ തുടങ്ങുന്നു. എവരുമായി ഭയങ്കര സ്നേഹമാണ്, ഇവരുമായി പലയിടത്തും കറക്കമാണ്. എന്ത് പറയും? അവളെ കുറിച്ച് എന്താ? വ്യഭിചാരിണി എന്ന് തന്നെയാണ് പറയുന്നത്. അവള് മോശമെന്ന് എന്നെ പറയും. ഇത് തന്നെയാണ്. രക്ഷിക്കപ്പെട്ടവൻ, സ്നാനപ്പെട്ടവൻ, ആത്മമണവാളനായ ക്രിസ്തുവുമായി ഉടമ്പടി ചെയ്തവനാണ്.
എന്തിനാ? ആത്മമണവാളനെ ക്രിസ്തു മണവാട്ടിയായി എന്നെ ചേർക്കാം താമസിക്കാതെ വരും. ഞാൻ ഇനി ആർക്ക് വേണ്ടിയാണ് ഒരുങ്ങേണ്ടത്? ഞാൻ ഒരു ആത്മമണവാളന് വേണ്ടി ഒരുങ്ങണം. ഞാൻ ആരുടെ ശബ്ദമാണ് ശ്രദ്ധിക്കേണ്ടത്? ആത്മമണവാളന്റെ ശബ്ദം ശ്രവിക്കണം. ഞാൻ ഏത് രാജ്യത്തിന് വേണ്ടിയാണ് ഒരുങ്ങേണ്ടത് എന്ന് വെച്ചാൽ ആത്മമണവാളൻ വസിക്കുന്ന രാജ്യത്തിന് വേണ്ടി ഞാൻ ഒരുക്കപ്പെടണം. അല്ലാണ്ട് ആത്മമണവാളനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ ഇന്നും നമ്മൾ ലോകത്തിലാണ്. അതിനെയാണ് പറയുന്നത്, വ്യഭിചാരിണികളെ, ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതരാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവാണ്. അപ്പോൾ സഭകളിൽ മിക്കപേരും ദൈവത്തിന്റെ ശത്രുക്കളായി മാറിക്കഴിഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? എന്ന് വെച്ചാൽ ലോകത്തെ സ്നേഹിക്കരുത്. ഇനി 1 യോഹന്നാൻ 5:15 മുതൽ 17 വരെ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. അടുത്ത്, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെയുള്ള ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. അപ്പോൾ ഈ സർദീസിൽ ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിച്ചവർ ലോകത്തെ വിട്ടു. നാട്ടുകാരെ വിട്ടെന്നല്ല, ലോക ഇൻപങ്ങളെ വിട്ടു. ഇന്നും ആത്മമണ്ഡലത്തിൽ നിൽക്കുന്ന നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇന്നും ചുണ്ടിൽ പുരട്ടിയും കണ്ണും എഴുതിയും കണ്ണിലുള്ള സാധനം എടുത്ത് പകുതി പാൻറ് വിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു, ലോകം എന്തൊക്കെ കാട്ടി കൂട്ടുന്നോ അതെല്ലാം ദൈവസഭയ്ക്കകത്ത് കയറി. കാരണമെന്ത്? കാവൽക്കാരൻ ഉറക്കത്തിലായി. ദൈവസഭയെ ഏൽപ്പിച്ച ദൈവദാസന്മാർ ഉറങ്ങിപ്പോയി, ആത്മീയ ഉറക്കത്തിലായി പോയി. ശത്രു വിതച്ച വിത്തുകൾ നമ്മുടെ ഓരോ വിശ്വാസികളുടെ ഭവനങ്ങളിൽ കളയായി മുളച്ചു വന്നു. തമ്പുരാൻ പറഞ്ഞു, നിക്കട്ടടാ, കാരണം ഇപ്പോഴിതിനെ പിഴുതാൽ നല്ലതും കൂടെ നശിച്ചു പോകും. എന്നെ കേൾക്കുന്ന ദൈവദാസനെ, ദൈവദാസിയെ, കുഞ്ഞെ, പ്രത്യേകിച്ച് ദൈവദാസന്മാരോട് ഞാൻ പറയുന്നു, എന്നെയും നിങ്ങളെയും ഒരു ദൈവസഭയിലാക്കുന്നത്, ഒരു ദേശത്താക്കുന്നത്, ഒരു കുടുംബത്തിലാക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ കാവൽക്കാരനാക്കാൻ, സഭയ്ക്കകത്ത് വരുന്ന കാര്യങ്ങളെ വിളിച്ചു പറയാൻ, കുടുംബങ്ങളിൽ വരാൻ പോകുന്ന വിപത്തുകളെ വിളിച്ചു പറയാൻ, മാനസാന്തരത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു കൊടുക്കുവാൻ, എന്തിനാണ് സ്നാനമെന്നും സ്നാനത്തിന്റെ സ്നാനപ്പെട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പരിണിത ഫലം എന്തെന്നും വ്യക്തമാക്കി കൊടുക്കുവാൻ, പാപം ചെയ്യുന്നവന്റെ അനന്തര ഫലം എന്തെന്ന് തിരിച്ചറിയിച്ചു കൊടുക്കുവാൻ. ഞാനും നിങ്ങൾ സോൾജിയേഴ്സ് ആണ്, ദൈവത്തിന്റെ പട്ടാളക്കാരാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ പട്ടാളക്കാരൻ ഉറങ്ങിയപ്പോഴാണ് സഭയ്ക്കകത്ത് എന്ത് വന്നത്? കള വന്നത്. ഏത് കള? ലോകത്തിന്റെ കള. നമുക്കറിയാം, നമ്മുടെ പറമ്പുകളിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ നടാത്ത പല ചെടികളും പൊങ്ങി വരും. നമ്മൾ കൊണ്ട് നട്ടതൊന്നുമല്ല, പിന്നെ കാറ്റടിച്ചു വന്നതാ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകം പാപത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സഭയെ സംരക്ഷിക്കേണ്ടത്, ഓരോ കുടുംബങ്ങളെ വേലികെട്ടി പ്രാർത്ഥിക്കേണ്ടത് ദാസാന്മാരുടെ കടമയാണ്, ദൈവം ഏൽപ്പിച്ചവരുടെ കടമയാണ്. അത് വിശ്വസ്തയോടെ ചെയ്യാതെ ആത്മീയ ഉറക്കത്തിലാണെങ്കിൽ ലോകത്തിന്റെ പല മലിനതകളും സഭയ്ക്കകത്ത് കയറി വരും. ലോകത്തിന്റെ പല സിസ്റ്റങ്ങളും സഭയ്ക്കകത്ത് കയറി വരും. ലോകത്തിന്റെ മോഹമല്ല പറയുള്ള രാഷ്ട്രീയം സഭയ്ക്കകത്ത് കയറിയില്ലേ? നമ്മുടെ നേതാക്കന്മാർ എന്താണ് പറഞ്ഞത്? നമുക്കൊരു മന്ത്രി വേണമെന്ന് നമ്മുടെ ആൾക്കാർ പറഞ്ഞില്ലേ? മനസ്സിലായില്ലേ? ലോകത്തിന്റെ പച്ചയായ മ്ലേച്ഛതകൾ സഭയ്ക്കകത്ത് കയറിയില്ലേ? സഭയ്ക്കകത്ത് ഒതുക്കേണ്ട കാര്യങ്ങൾ കോടതിയിൽ നിന്ന് കിടക്കുന്നില്ലേ? ഒരു വോട്ടിൽ ജയിക്കാത്തതിന്റെ പേരിൽ ഇന്നും ആ കേസ് കോടതിയിൽ കിടക്കുകയല്ലേ? എത്ര കോടിക്കണക്കിന് രൂപയാണ് രാഷ്ട്രീയക്കാർ വെട്ടിക്കുന്നത് പോലെ സുവിശേഷകർ വെട്ടിച്ച് സ്വന്തം വീട്ടിനെയും സ്വന്തം മക്കൾക്കും വേണ്ടി സമ്പാദിച്ചിട്ടിരിക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയണം, ലോകത്തിന്റെ മയത്വത്തിലേക്ക് സഭകൾ പോകുമ്പോൾ
തനിക്ക് വേർതിരിക്കപ്പെട്ട കുറച്ചു പേരുണ്ട്. അവരാരെന്ന് ചോദിച്ചാൽ അന്യഭാഷ പറയുന്നവനല്ല, പ്രവചിച്ചുകൊണ്ട് നടക്കുന്നവനല്ല, സുവിശേഷം പറയുന്നവനല്ല, തങ്ങളുടെ വസ്ത്രത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്നവരെ ദൈവം ഇന്നും കരുതുന്നു. അവർ ലോകത്തിന്റെ മലിനതയിൽ പോകത്തില്ല. ഹല്ലേലൂയ! എന്തൊക്കെ ആരാധനകളാ! നമ്മൾ വിചാരിക്കും സ്വർഗം ഇപ്പോഴിറങ്ങി വന്നാൽ വരെ കൊണ്ടുപോകുന്നു. ഇല്ല, വിശുദ്ധി കാത്തു സൂക്ഷിക്കാത്ത ഒറ്റ കുഞ്ഞുങ്ങളെ നിത്യതയെ പോകത്തില്ല. പ്രസംഗിക്കുന്ന ഞാനാകട്ടെ നിങ്ങളാകട്ടെ, രക്ഷയുടെ വസ്ത്രത്തിനകത്ത് കറ ഉണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞുപേക്ഷിക്കുക. സർദീസിൽ ഉടുപ്പ് മലിനമാക്കാത്ത കുറച്ചു പേർ നിനക്കുണ്ട്. സർദീസിലെ ദൈവസഭ ലോകത്തിന്റെ മയത്വത്തിലേക്ക് പോയി. പണം സഭയ്ക്കകത്ത് കയറിയപ്പോൾ, കുടുംബങ്ങൾക്ക് എത്തിച്ച് സാഹചര്യങ്ങൾ വന്നപ്പോൾ ലോകത്തിന്റെ പലതും കയറി വന്നു. സ്റ്റാൻഡേർഡ് കയറി വന്നു. ആ വാക്കാണ് ഏറ്റവും നല്ലത്. സഭകൾക്കകത്ത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് നോക്കിയാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്. സ്തോത്രം! ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ലോകത്തിന്റെ മയത്വം സഭയ്ക്കകത്ത് കയറിയ അന്ന് മുതൽ സഭ ചത്തുകൊണ്ട് ആത്മീയമായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനകത്തും മരിക്കാത്ത, തങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു കൂട്ടം മക്കളെ ദൈവം വേർതിരിച്ചിരിക്കുന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുകയാണ്. ഇനി ഈ ദൈവസഭയ്ക്കകത്ത് വ്യാജോപദേശങ്ങൾ സ്വീകരിക്കുക. ആമേൻ. ഒന്ന് ഞാൻ പറഞ്ഞു, പാപം സഭയ്ക്കകത്ത് കയറിയപ്പോൾ വസ്ത്രം നഷ്ടപ്പെടാൻ തുടങ്ങി, വസ്ത്രത്തിനകത്ത് കറ വരാൻ തുടങ്ങി. 2, പാപം വന്നു കഴിഞ്ഞാൽ ലോകസ്നേഹം വന്നിരിക്കും. 3ാമതായി ലോകസ്നേഹത്തിലേക്ക് വന്ന് വ്യാജോപദേശം സ്വീകരിക്കാൻ തുടങ്ങി. ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വ്യാജോപദേശത്തിലേക്ക് പോകും. മനസ്സിലായില്ലേ? ഇപ്പോഴേ നമ്മളൊക്കെ ആഭരണം മാറ്റുന്നവരാ. ആഭരണം മാറ്റിയവരുണ്ട്, മാറ്റാത്തവരുണ്ട്. ഞാൻ ആ വാക്കുകളൊന്നും പറയുന്നില്ല. മാറ്റിയവരുണ്ട്. പിന്നെ എന്തിനാ ഈ ചുണ്ടിലൊക്കെ വീഴുന്നത്? എന്തിനാ ഇങ്ങനെ തലമുടി പല മോഡലിൽ ചോപ്പിച്ചും പല രീതി നടത്തുന്നത്? കർത്താവ് പറഞ്ഞു, നിന്റെ തലേ രോമം വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ കഴിയില്ലെന്ന്. ഉപദേശിമാര് പോലും തലമുടി നരയ്ക്കുന്നവർക്കൊരു പ്രസ്റ്റേജിന്റെ പ്രശ്നമാകിയാൽ അല്ലെങ്കിൽ കീലടിക്കുന്നവരുണ്ടല്ലോ. ഒന്ന് ആലോചിക്കണം. ചിലവന്മാർ അടിച്ചു വെച്ചിരിക്കുക, ഭയങ്കര പ്രാസംഗികന്മാരാ. ക്ഷമിക്കണേ, വാക്കുകൾ അല്പം അതിര് കടന്നാൽ എന്നോട് ക്ഷമിക്കണം. പറയാതിരിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അടുത്ത ജനറേഷൻ ഇത് കണ്ട് വളരുകയാണ്. ഇത് എവിടെ നിന്ന് കയറിയത്? ലോകത്തിന്റെ മയത്വത്തിൽ കയറിയതാ. നിങ്ങളെ കുറച്ചും കൂടെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ എതിർ ക്രിസ്തുവിന്റെ കാര്യങ്ങളും കുറച്ചും കൂടെ പഠിക്കണം. എതിർ ക്രിസ്തു അവന്റെ സൈന്യത്തെ, അവന്റെ ജനത്തെ ഒരുക്കുന്നതെല്ലാം ദൈവസഭകൾ ഇന്ന് അതിനകത്ത് കയറിക്കഴിഞ്ഞിരിക്കുന്നു. വസ്ത്രധാരണയിൽ, ഹെയർ സ്റ്റൈലുകളിൽ, പാട്ടുകളിൽ, യാഗപീഠത്തിൽ, ദൈവദാസന്മാരുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ ഇതെല്ലാം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതെല്ലാം കാണുമ്പോഴും ഹൃദയം പൊട്ടിക്കരയുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ ഇതിനകത്തുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞാൻ പറയുന്നു, അവരെ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്, വിശുദ്ധി നഷ്ടപ്പെടുത്തരുത്. ജീവിതത്തിൽ പലതും നഷ്ടപ്പെടാം, പക്ഷെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവികമായ മഹത്വം നമ്മൾ അവിടെ വെച്ച് അനുഭവിക്കുവാൻ ദൈവദാസിദാസന്മാരോട് പറയുന്നു, വിശുദ്ധിയുടെ വസ്ത്രത്തിൽ കറ വരാതെ സൂക്ഷിക്കുക. സർദീസ് ഉടുപ്പ് മലിനമാക്കാത്ത കുറച്ചു പേർ നിനക്കുണ്ട്. ഇവിടെ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ആദ്യം പാപൊഴുത്തിന്റെ അകത്ത് കയറി കഴിഞ്ഞ വസ്ത്രത്തിൽ കറ വന്നു. ആ കറ വന്നവൻ ലോകസ്നേഹിയായിട്ട് എടുത്തു പോവുകയാണ്. ആ ലോകസ്നേഹിയായി പോയവൻ വീണ്ടും അവന്റെ ലൈഫിൽ അവൻ പറയുന്ന കാര്യം ന്യായീകരിക്കാൻ വേണ്ടി അവൻ അടുത്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വ്യാജോപദേശങ്ങൾ സ്വീകരിക്കും. ഈ വ്യാജോപദേശം ജീവിതത്തിൽ വന്നുപോയാൽ നിങ്ങൾ മനസ്സിലാക്കണം, ജീവിത വസ്ത്രം കേടുവരികയാണ്, ജീവിത വസ്ത്രത്തിനകത്ത് കറ വരികയാണ്. പഴയ നിമിത്തം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പുരോഹിതനിടേണ്ട വസ്ത്രങ്ങൾ, അതിന് വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. ആ വസ്ത്രത്തിനകത്ത് എന്ത് വിശുദ്ധമായിരിക്കണമെന്നാണ് പറയുന്നത്.
പല വിധമാകുന്ന കാര്യങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന വിശുദ്ധിയുടെ വസ്ത്രം എന്ന് പറയുന്നത് സാധാരണ വസ്ത്രമല്ല, ഒരു അസാധാരണമായ ഒരു വസ്ത്രത്തെയാണ് ദൈവം തന്നിരിക്കുന്നത്. ഈ വസ്ത്രത്തെ കീറിക്കളയുവാനാണ് ശത്രുവായ പിശാച് ഊടാടി സഞ്ചരിക്കുക. ഏതേൻ തോട്ടത്തിൽ നിന്നും തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെടുത്തുവാൻ തന്ത്രപൂർവ്വം ഉപായത്താൽ ശത്രു കയറി അവരുടെ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടപ്പോൾ ഒന്നുമില്ലാത്ത സാധാ മനുഷ്യരായി തീർന്നില്ലേ? എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ വിശുദ്ധിയുടെ വസ്ത്രം നഷ്ടപ്പെട്ടു പോവാൻ നിങ്ങൾ ലോക ജാതികൾക്ക് തുല്യമായി തീരും. അവരുടെ ഇടയിൽ കയറുന്ന കാര്യമാണ് വ്യാജോപദേശം. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ വേദപുസ്തകത്തിനോട് മിങ്കിൾ ചെയ്ത് ഇടകലർത്തി പ്രസംഗിക്കുക, കാര്യങ്ങൾ ചെയ്യുക, ജനത്തെ പഠിപ്പിക്കുക. അതാണ് വ്യാജോപദേശം. നിങ്ങൾ മനസ്സിലാക്കണം. 2 പത്രോസിന്റെ 2-ാം അധ്യായം 1 മുതൽ എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കൻ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞു തങ്ങൾക്കു തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളിൽ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. വ്യാജോപദേശവും ദുരുപദേശങ്ങളിൽ വ്യാജോപദേശത്തിന്റെ പ്രത്യേകത വെച്ചാൽ ക്രിസ്തുവിനെ എല്ലായിടത്തും ഒരു ഉയർത്തി കാണിക്കും. വ്യക്തികളെയല്ല, സംഘടനയല്ല, അനുഭവങ്ങളെയല്ല, ക്രിസ്തുവിനെ എവിടെ ഉയർത്തി കാണിക്കും. മാനസാന്തരം അവരുടെ അധരത്തിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കും. രക്ഷ എന്തെന്നും ന്യായവിധി എന്തെന്നും നിത്യത എന്തെന്നും നിത്യമായ നരകത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ ക്രിസ്തുവിനെ ഉയർത്തുന്നവരാണ് യഥാർത്ഥമായിട്ടുള്ള ഉപദേശം എന്ന് പറയുന്നത്. 2, അവരുടെ അടുത്ത പ്രത്യേകത, അവർ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ നുഴഞ്ഞ് അല്ലെ ജനത്തിന് ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടക്കർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങൾ നുഴച്ച് മതങ്ങൾ, പെന്തക്കോസ് മതമായി, ക്രിസ്തു മതമായി. സത്യത്തിൽ മതമാണോ പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു മതമാണോ? അല്ല, അതൊരു അനുഭവമാണ്. പക്ഷെ ഇന്ന് നോക്കണം, പെന്തക്കോസ് ഒരു മതമാക്കി മാറ്റിക്കഴിഞ്ഞു. ചിലരൊക്കെ, ചില യൗവനക്കാരൊക്കെ ചില സംഘടനയെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രക്തം തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താ? അവരെ മതം പഠിപ്പിച്ചു. മതം പറയുന്നത് പോലെ അവർ കേൾക്കാൻ തുടങ്ങി. ഇതാണ് ദുരുപദേശം എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായല്ലോ. അടുത്ത്, അവർ നാശകരമായ മതഭേദങ്ങളെ നുഴച്ചു തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിക്കളഞ്ഞു. ഇപ്പോഴും മതമാണ് പറയുന്നത്. രക്തത്താൽ വിലയ്ക്ക് വാങ്ങിച്ച എൻ്റെ നാഥനെ ഞാൻ തള്ളിപ്പറഞ്ഞു. ഇന്ന് യേശുവിനെ ആർക്കുയർത്താൻ സമയമില്ല. സംഘടനകളെയും ദൈവദാസന്മാരെയും പ്രസ്ഥാനങ്ങളെയും അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഉയർത്തി പോകുക. രക്തത്താൽ വീണ്ടെടുത്ത് എനിക്ക് വേണ്ടി രക്തം തന്ന എൻ്റെ യേശുവിനെ ഉയർത്തുവാൻ ആർക്കും സമയമില്ല പോലും. ഇനി അടുത്ത്, തങ്ങൾക്ക് തന്നെ നിശ്ചയിക്കാൻ വരുത്തും. അവരുടെ ഇവർക്ക് വേറൊരു കുഴപ്പമാണ്, ദുഷ്കാമമുണ്ട്. സ്വോത്രവും ഹല്ലേലൂയൊക്കെ പറയും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ അവർക്ക് സൗകര്യം കിട്ടിയാൽ ഈ കാര്യം ഒന്ന് ചെയ്തോളും. സ്വോത്രം. ദുരുപദേഷ്ടാവിന്റെ കാര്യം പറയുന്നത്. ഇത് പലരും അനുകരിക്കും. ഇവൻ അത് ചെയ്യുക മാത്രമല്ല, പലരും അങ്ങനെ അതിൻ്റെ കൂടെ അങ്ങ് പോകും. എന്ന് വെച്ചാൽ പാപം ചെയ്താലും ഒന്നും കുഴപ്പമില്ല, പാപമൊക്കെ എല്ലാവർക്കും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, പാപം ചെയ്താൽ ഒന്ന് യേശുവിന് രക്തം ഉണ്ടല്ലോ കഴി. ഈ ഒരു ധാരണയിലേക്ക് ജനത്തെ പഠിപ്പിക്കും. ഇത് ആരുടെ സ്വഭാവം എന്ന് പറയുന്നത്? ദുരുപദേഷ്ടാവിന്റെ സ്വഭാവമാണ്. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറഞ്ഞോ. നല്ല സുവിശേഷകൻ പണത്തിന് വേണ്ടിയല്ല നിൽക്കുന്നു. അവർക്ക് ആഹാരത്തിന്, അവരുടെ മക്കൾക്ക്, കാര്യങ്ങൾക്ക് വേണം. പക്ഷെ 1 രൂപ പോലും സുവിശേഷകൻ കൈ നീട്ടി വാങ്ങില്ല. അവന്റെ ആശ്രയം അവന്റെ ദൈവമായിരിക്കും. അവന്റെ വീട് പട്ടിണി കിടക്കുമ്പോൾ, കുഞ്ഞുങ്ങളുമായി പട്ടിണി കിടന്ന് മരിക്കാറായി കിടക്കുമ്പോഴും സുവിശേഷം വിറ്റ് അവൻ 1 രൂപ ഉണ്ടാക്കത്തില്ല. ഏലിയാവിന്റെ ദൈവം അവന് വേണ്ടി ഇറങ്ങി വരും. അത് ഉറപ്പാണ്. അതാണ് സുവിശേഷം, അതാണ് സത്യമാർഗം, അതാണ് യഥാർത്ഥ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങളെ വാണിഭമാക്കും എന്നാണ് അവിടെ പറയുന്നത്. ഞാനല്ല പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറയുക, പത്രോസ്ലീഹ പറയുകയാണ്. ഞാൻ ഇന്ന് ഇത് നിങ്ങളോട് പറഞ്ഞതിന്റെ സാരം, ദുരുപദേശത്തിൽ വീണു പോയാൽ
നമ്മുടെ വിശുദ്ധിയുടെ വസ്ത്രം നഷ്ടപ്പെടും. ഇനി 2-3 കാര്യം കൂടെ പേർ. കപടഭക്തി നമ്മുടെ വിശുദ്ധിയുടെ വസ്ത്രത്തെ നഷ്ടപ്പെടും. നിങ്ങൾ വായിച്ചാൽ മതി, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ നിങ്ങൾ വായിച്ചാൽ മതി. ഹല്ലേലൂയ. ഇനി അടുത്ത്, പരിശുദ്ധാത്മാവിന്റെ ശാസന കേൾക്കാതെ പാപത്തിൽ തുടർന്നുകൊണ്ടിരിക്കും. അതിൽ 1 തീമോഥെയോസ് ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം നിങ്ങൾ വായിക്കുക. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്ന സ്ഥലം, ഈ വസ്ത്രം നഷ്ടപ്പെട്ടു പോയാൽ നാം സാധാരണ മനുഷ്യരാണ്. ശിംശോന്റെ തലയിലുള്ള ആ ജട മാറിയപ്പോൾ അവൻ സാധാരണ മനുഷ്യനായി മാറി. പത്രോസ് യേശുവിന്റെ അടുക്കൽ പോയപ്പോൾ അവൻ ഒരു ജഡീകനായി മാറി. ഹല്ലേലൂയ. യൂദ യേശുവിന്റെ കൂടെ നടന്നപ്പോൾ അവന്റെ ശിഷ്യനായിരുന്നു. അവൻ യേശുവിനെ വിട്ടു പോയപ്പോൾ അവൻ സാധാരണ മനുഷ്യൻ സംഭവിച്ചതിനപ്പുറമായി അവൻ തകർന്നു പോയി. എന്നെ കേൾക്കുന്ന ദൈവദാസനെ, ദൈവദാസി, ഞാനും നിങ്ങൾ നിൽക്കുന്നത് രക്ഷാവസ്ത്രമുള്ളത് കൊണ്ട് ഇത് നഷ്ടപ്പെടുത്താൻ പിശാച് പതിയിരിക്കുകയാണ്. പല വിധത്തിലും, പല മോഹങ്ങൾ കൊണ്ടിട്ട് പല വിധത്തിലും നമ്മുടെ വസ്ത്രത്തിൽ കേടുവരുത്തുവാൻ, മലിനതയുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, വ്യക്തിയിൽ കൂടെ ആയിരിക്കാം, സ്ത്രീയിൽ കൂടെ ആയിരിക്കാം, പുരുഷനിൽ കൂടെ ആയിരിക്കാം, സഭയിൽ കൂടെ ആയിരിക്കാം, ദൈവദാസന്മാരിൽ കൂടെ ആയിരിക്കാം, സമ്പത്തിലെ കൂടെ ആയിരിക്കാം, ജോലി കാര്യങ്ങളുടെ ഇടയിലായിരിക്കാം, നമ്മുടെ പഠന മേഖലയിലായിരിക്കാം, നമ്മളായിരിക്കുന്ന രാജ്യങ്ങളിലായിരിക്കാം. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മുടെ വിശുദ്ധിയുടെ വസ്ത്രം മാത്രം നഷ്ടപ്പെടാൻ ഇട്ടുകൊടുക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് ഹൃദയപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ ജോസഫ് അപ്പച്ചനാണ്. അപ്പച്ചൻ അവന്റെ ദൈവത്തിന് അറിയാം, ഞാൻ ഈ പൊത്തിഫോറിന്റെ വീട്ടിൽ അവന്റെ ഭാര്യ ആയിരിക്കുന്ന ഇവളുടെ മുമ്പിൽ ഞാൻ കീഴ്പ്പെട്ടില്ലെങ്കിൽ നാളെ ഞാൻ പോകുന്നത് ജയിലറയ്ക്കകത്താണ്. പക്ഷേ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, എൻ്റെ ദൈവം ഇത് കാണുന്നുണ്ട്, എനിക്ക് നാളെ എന്ത് വരുമെന്നല്ല, ഞാൻ അപവാദം കേൾക്കുന്നല്ല, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് നോ പ്രോബ്ലം, ഞാൻ വിശുദ്ധി നിൽക്കുന്നവനാണ്, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. അതേ സഹോദര, സഹോദരി, ഒരുപക്ഷെ നിങ്ങൾ വിദേശത്തായിരിക്കാം, പാപം ചെയ്യാൻ അവസരമുള്ള മേഖലകളിലായിരിക്കാം, ചെയ്യുന്ന ജോലി സ്ഥലത്ത്, നിങ്ങളുടെ ഓഫീസിനകത്ത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അടുത്ത സ്റ്റെപ്പ് വേണമെങ്കിൽ ഒരു പാപത്തിന് നിങ്ങൾ അവസരം ഒരുക്കി കൊടുക്കണം. പക്ഷെ വിട്ടുകൊടുക്കരുത് കേട്ടോ. ഒരുപക്ഷെ ജോലിയേക്കാൾ വലുത്, നിങ്ങളുടെ സമ്പത്തിനേക്കാൾ വലുത്, നിങ്ങളുടെ സ്റ്റാൻഡേർഡിനേക്കാൾ വലുത്, നിങ്ങളുടെ സ്ഥാനമാനങ്ങളെക്കാൾ വലുത് ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടെന്ന് വരാം, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ടെന്ന് വരാം, നിങ്ങൾ പ്രതീക്ഷിച്ച നന്മകൾ അടഞ്ഞെന്ന് വരാം. പക്ഷെ വിശുദ്ധിയിൽ നിൽക്കുന്നവനെ ദൈവം ഒരിക്കലും അവൻ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇനി നോക്കുക, നിങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വസ്ത്രത്തെ ഒരിക്കൽ കൂടി ഹല്ലേലൂയ നന്നാക്കുവാൻ ദൈവം നമുക്ക് ഒരു അവസരം തരികയാണ്. ആരുടെയെങ്കിലും ജീവിതത്തിനകത്ത്, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു പക്ഷേ വചനത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് പള്ളിയിൽ പോകുന്നു വരുന്നു പാപം ചെയ്യുന്നു, പള്ളിയിൽ പോകുന്നു വരുന്നു പാപം ചെയ്യുന്നു, വസ്ത്രം നോക്കാൻ നമ്മൾ തിരിച്ചറിയുന്നില്ല, അതിനെക്കുറിച്ചൊരു അറിവില്ലാത്തവരായിരിക്കാം. പക്ഷേ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക. നോക്കുക, ഇവിടെ ഇങ്ങനെ പറയുന്നു, യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ആമേൻ. ജീവിതത്തിൽ വന്നുപോയോ, കുറവ് വന്നുപോയോ, ഏറ്റുപറയുക. വലിയ പാപമാകട്ടെ, ചെറിയ പാപമാകട്ടെ, രഹസ്യ ജീവിതത്തിലാകട്ടെ, പരസ്യ ജീവിതത്തിലാകട്ടെ, എല്ലാവരും അറിഞ്ഞ വിഷയമാകട്ടെ, ഒക്കെ ആയിക്കോട്ടെ, ഇനി ആരും അംഗീകരിക്കയില്ലെന്നല്ല, യേശു നിങ്ങൾ അംഗീകരിക്കും. വചനം 1 യോഹന്നാൻ 1:9 എടുത്തു വായിക്കണം. നിങ്ങൾ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. ലോകം ക്ഷമിക്കില്ല, ബന്ധങ്ങൾ ചിലപ്പോൾ ക്ഷമിച്ചെന്ന് വരില്ല, ദൈവം ക്ഷമിക്കും. ദൈവം നീതീകരിച്ചവനെ കുറ്റം വിധിക്കാൻ ആർക്കും കഴിയില്ല. സഹോദര, സഹോദരി, കുഞ്ഞെ, ജീവിതത്തിൽ അബദ്ധം പറ്റിയതായിരിക്കാം, ജീവിതത്തിൽ വചനം അറിയാതെ വന്നു പോയതായിരിക്കാം, നിങ്ങളെ ശുശ്രൂഷിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ നിന്നായിരിക്കാം വന്നത്, നിങ്ങളുടെ ദൈവദാസന്മാരുടെ ഇടയിൽ നിന്നായിരിക്കാം വന്നത്. പക്ഷെ നിങ്ങൾ ഒന്ന് ഏറ്റുപറയുക. കാരണം നിങ്ങളുടെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടും. ഇത്രയും നാൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായി പോകും. ഇതുവരെയും കർത്താവിന് വേണ്ടി നിൽക്കുന്നെന്ന് പറയുന്നത് വെറുതെയായി പോകും. പലതും വേണ്ടെന്ന് പറയുന്നത് വെറുതെയായി പോകും. ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുകയാണ്, നോക്കുക, പാപങ്ങളെ ഏറ്റുപറയും നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് ആ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഹല്ലേലൂയ. 2, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്തെ നിങ്ങൾ ഇത് സ്വീകരിക്കുക. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ
യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു അബദ്ധം വന്നു, ഒന്ന് ഏറ്റു പറഞ്ഞ് കർത്താവ് ഇങ്ങനെ വന്നുപോയി, എൻ്റെ ശരീരം കൊണ്ട്, എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ ചിന്ത കൊണ്ട്, എൻ്റെ വികാരം കൊണ്ട്, എൻ്റെ കരങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ നാവ് നിമിത്തം, എൻ്റെ കണ്ണ് നിമിത്തം കർത്താവെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചു പോയി, എന്നോട് പൊറുക്കണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. രണ്ട്, അത് മാത്രം നിൽക്കരുത്. കർത്താവെ, അങ്ങയുടെ കാൽവരി ക്രൂശിലെ രക്തത്താൽ എനിക്ക് വേണ്ടിയാണ് അങ്ങ് കാൽവരി ക്രൂശിൽ മരിച്ചുവെന്ന് കർത്താവെ, ആ രക്തം ഇന്ന് എന്റെ മേൽ ഒരു ശുദ്ധീകരിക്കണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ യോഹന്നാന്റെ ലേഖനം 1-7 വാക്യത്തിൽ അടങ്ങുന്നത് പോലെ ഒരു ശുദ്ധീകരണം ഇന്ന് ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. 3, ഇനിയുള്ള ദിവസം ദൈവവചന പ്രകാരം വിശുദ്ധ ജീവൻ നയിക്കുവാൻ നിങ്ങൾ തീരുമാനമെടുക്കണം. 4, പരിശുദ്ധാത്മാവിന്റെ നടപ്പിൽ തന്നെ ജീവിക്കണം. ഇനിയുള്ള ദിവസങ്ങൾ പരിശുദ്ധ എന്ത് പറയുന്നു? പാസ്റ്റർ പറയുന്നതല്ല, അച്ഛൻ പറയുന്നതല്ല, നാട്ടുകാർ പറയുന്നതല്ല, ഗവൺമെന്റ് പറയുന്നതല്ല, പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു? ആ ഗൈഡൻസിൽ നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുമേ. 2 കാര്യം, 1 ഏറ്റു പറയണം, 2 യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം, 3 ദൈവവചനം എന്ത് പറയുന്നു അതുപോലെ ജീവിക്കാമെന്ന് ഇന്ന് തീരുമാനമെടുക്കണം. അച്ഛൻ പറയുന്നതല്ല, പാസ്റ്റർ പറയുന്നതല്ല, പിന്നെ ബ്രദർമാര് പറയുന്നതല്ല, ദൈവവചനം എന്ത് പറയും, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനം എന്ത് പറയുന്നു അതുപോലെ ജീവിക്കാമെന്ന് ഇന്ന് ഏറ്റു പറയുക. 3 പറയുക, ഞാൻ ഇന്നു മുതൽ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നത് പോലെ ഞാൻ നയിക്കും. കാരണം ഗലാത്യ ലേഖനം 5:16 പറഞ്ഞു, ആത്മാവിനെ അനുസരിച്ച് നടപ്പി, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ലെന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും, ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാകുന്നു. നോക്കണം, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ പഴയ ജഡ സ്വഭാവം നിങ്ങളുടെ ഇടയിൽ വരില്ല. ആകയാൽ നിങ്ങളോട് ഞാൻ പറയുന്നു, ജീവിത വസ്ത്രം, കാരണം സർദീസിലെ സഭയിലെ കുറച്ചു പേർ ഉടുപ്പ് മലിനമാകാത്ത കുറച്ചു പേരുണ്ട്. അവരോട് വെളിപ്പാട് പുസ്തകം 16:15 പറഞ്ഞു, തന്റെ വസ്ത്രം സൂക്ഷിക്കുന്ന ഭാഗ്യവാൻ. തന്റെ ശരീരം സൂക്ഷിക്കുന്ന, തന്റെ വസ്ത്രം, ജീവിത വസ്ത്രം, വിശുദ്ധിയുടെ വസ്ത്രം സൂക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. ഇന്നത്തെ വിശ്വാസിക്കുള്ള ഒരു പ്രായോഗിക പാഠം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. 1, സഭയിൽ ഉണ്ടെന്ന് മാത്രം പോരാ, ആത്മീയ വിശുദ്ധി ഉണ്ടായിരിക്കണം. കയ്യടി മാത്രം പോരാ, അന്യഭാഷ പോരാ, പ്രവചനം പോരാ, ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞ് എപ്പോഴും ട്രാക്റ്റും എടുത്തുകൊണ്ട് നടക്കുന്നത് പോരാ. ജീവിത വിശുദ്ധി ഉണ്ടായിരിക്കണം. നോട്ടത്തിൽ, ചിന്തയിൽ, വികാരത്തിൽ, വിചാരത്തിൽ, പ്രവൃത്തിയിൽ, എല്ലാ കാര്യത്തിലും നമുക്കൊരു വിശുദ്ധ ജീവിതം ഉണ്ടാകണം. 2, ലോകത്തിന്റെ സ്വാധീനത്തിൽ ജീവിതം മലിനമാക്കരുത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ജോലി സ്ഥലങ്ങളിലും, നമ്മുടെ വിദ്യാലയങ്ങളിലും, കോളേജുകളിലും, നമ്മൾ പോകുന്ന സമസ്ത മേഖലകളിലും നമ്മളെ വശീകരിക്കുന്ന പാപങ്ങൾ ഒത്തിരിയുണ്ട്. പുരുഷനാകട്ടെ, സ്ത്രീയാകട്ടെ, എല്ലാവരും വശീകരിക്കുന്ന ഒരു പാപലോകത്താണ് ജീവിക്കുന്നത്. അതിന്റെ മലിനതയിലേക്ക് ഹൃദയം പോകരുത്, ജീവിതം പോകരുത്. 3, സത്യോപദേശം ഉറച്ചു നിൽക്കണം. ആരൊക്കെ ഉപദേശത്തിൽ നിന്നില്ലെങ്കിൽ, ആരൊക്കെ സഭ വിട്ടു പോയാലും നിങ്ങൾ ഉപദേശത്തിൽ നിൽക്കണം. ഉപദേശം ഇച്ചിരി കട്ടിയാണ്, പക്ഷെ ആ ഉപദേശത്തിൽ നിൽക്കുന്നവന് വിശുദ്ധ വസ്ത്രം സൂക്ഷിക്കാൻ പറ്റും. 4, ദൈവം വിശ്വസ്തരെ അറിയും, അവർക്ക് പ്രതിഫലം ഇന്നല്ലെങ്കിൽ നാളെ തന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകളെ മൂടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമോ? ഇന്നൊന്ന് ചിന്തിക്കണം. സർദീസിലെ സഭ വലിയ പാപത്തിലേക്ക് അവർ ആത്മീയമായി മരിച്ചുകൊണ്ടിരിക്കുന്നു, ആത്മീയമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനകത്ത് കുറച്ച് പേർ ഉടുപ്പ് മലിനമാകാത്തവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സഭയ്ക്കകത്ത് ഉടുപ്പ് മലിനമാകാത്തവരാണോ നിങ്ങൾ? ദൈവദാസനെ, നിങ്ങളുടെ സംഘടനയ്ക്കകത്ത് ഒത്തിരി അറിയപ്പെടുന്ന ദൈവദാസന്മാരുണ്ട്. നിങ്ങൾ അതല്ല നോക്കേണ്ടത്, നിങ്ങളുടെ ജീവിത വസ്ത്രത്തിൽ കറ വന്നിട്ടുണ്ടോ? മഹാപരിശുദ്ധനായ ദൈവമേ, ഈ പ്രഭാതത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പപ്പാ, നിത്യതയുടെ അടുക്കലോളം ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മരണവുമായിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. യേശുപ്പച്ച, ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കളും അവർക്ക് ദൈവം കൊടുത്ത രക്ഷയുടെ പുതപ്പ്, രക്ഷയുടെ വസ്ത്രം കറ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ശുദ്ധീകരണത്തിന് വേണ്ടി ആ ധൂർത്തപുത്രൻ പറഞ്ഞു, അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ലപ്പാ, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ ആക്കണമെന്ന് പറഞ്ഞ് പന്നിക്കൂട് വിട്ട് അപ്പന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അപ്പനവനെ തേടി വന്നതുപോലെ
ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും പിശാചിന്റെ തന്ത്രമായിരിക്കുന്ന ജീവിത വസ്ത്രത്തെ തകർത്തെറിയാൻ അവൻ ഒരുക്കുന്ന തന്ത്രങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്ന കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണം. നിത്യതയ്ക്ക് വേണ്ടി ഈ വചന ശുശ്രൂഷ ഒരുക്കപ്പെടണം കർത്താവേ. ദൈവമേ, അങ്ങയുടെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടണം. ആരുടെ ഉള്ളിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിമർശന ബുദ്ധി ഉണ്ടാകാതെ വേണം. ഇത് എൻ്റെ പാപമെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം, നല്ല ഹൃദയം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഈ ലോകത്തെക്കുറിച്ച് നാളെ ജീവിക്കും. നമ്മളതിന് ശേഷം നമ്മുടെ സ്വന്തം ദേശത്തേക്ക് പോകും. അതിൻ്റെ അടുക്കലോടെ നാം എത്തിയിരിക്കുന്നു. ഒന്നുകിൽ നമ്മുടെ മരണം, ഇല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ നമുക്കൊരുങ്ങണേ. എവിടെയെങ്കിലും കറ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ തന്നെ, ഈ സെക്കൻഡിൽ തന്നെ നോക്കണം. ജീവിതത്തിൽ മലിനമോഹം വന്നിട്ടുണ്ടോ? കണ്ണുകൊണ്ടെന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണോ? ചെവിയിൽ പലതും കേട്ടുകൊണ്ടിരിക്കുകയാണോ? നാവ് കൊണ്ട് പലരെയും അപമാനിച്ചു കൊണ്ടിരിക്കുകയാണോ? അശ്ലീല കാര്യങ്ങൾ, ചാറ്റിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കുരുങ്ങിക്കിടക്കുകയാണോ? പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ജീവിത വസ്ത്രത്തിൽ കറ വരും. കറയുള്ളവനെ കയറ്റുകയല്ല സ്വർഗരാജ്യത്തിൽ. ആ നിത്യരാജ്യത്തിലേക്ക് ഒരുങ്ങാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനേകർക്ക് നിങ്ങളിത് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഒരു വ്യക്തിയുടെ ആത്മരക്ഷ നിത്യതയിലേക്ക് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇത് കാരണമായി തീരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.